മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ടൈപ്സ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ സെക്കൻഡ് ടൈപ്പിനെ കുറിച്ചിട്ടാണ് ആദ്യമായിട്ട് പറയുന്നത്. ക്വാളിഫൈഡ് റിപ്പോർട്ട് ആൻഡ് അനദർ തേർഡ് റിപ്പോർട്ട് ടൈപ്പ്, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിപ്പോർട്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ വാട്ട് യു മീൻ ബൈ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞു. ദെൻ അൺക്വാളിഫൈഡ് ഓർ ക്ലീൻ റിപ്പോർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ക്വാളിഫൈഡ് റിപ്പോർട്ട് എന്താണെന്ന് നോക്കാം. ഇനി വീണ്ടും അതിൻ്റെ റിപ്പീറ്റേഷനിലേക്ക് പോകുന്നില്ല. ക്വാളിഫൈഡ് റിപ്പോർട്ട് ഈസ് എൻ റിപ്പോർട്ട് വെൻ ദ ഓഡിറ്റർ എക്സ്പ്രസസ് ഹിസ് ഒപ്പീനിയൻ ഓർ ഒബ്ജെക്ഷൻ വിത്ത് ക്വാളിഫിക്കേഷൻ ഓർ റീസൺ for such opinion or objection of a particular topic prescribed in the audit work. ഓഡിറ്റ് വർക്കിൽ കണ്ടെത്തുന്ന എന്തെങ്കിലും ഒബ്ജക്ഷൻസുകളോ അല്ലെങ്കിൽ ഒപ്പീനിയൻസുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കൂടെ രേഖപ്പെടുത്തിക്കൊണ്ട് അതെന്ത് കാരണങ്ങൾ കൊണ്ടാണ് എന്നുള്ളത് ഫാക്ട് ആൻഡ് ഫിഗേഴ്സിൻ്റെ വെളിച്ചത്തിൽ റിപ്പോർട്ടിൽ എക്സ്പ്രസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒപ്പീനിയൻസ് പറയുന്നതോ ആയിട്ടുള്ള റിപ്പോർട്ടുകളാണ് ക്വാളിഫൈഡ് റിപ്പോർട്ട്. അപ്പോൾ ക്വാളിഫൈഡ് റിപ്പോർട്ടിൽ പറയുന്ന കാരണത്തിൻ്റെ അല്ലെങ്കിൽ നാം കണ്ടെത്തുന്നതായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള മിസ്അപ്രോപ്രിയേഷൻ ആകട്ടെ, റെപ്രസെൻറ്റേഷൻസുകളാവട്ടെ, ഫ്രോഡുകളാവട്ടെ, അങ്ങനെ എറേഴ്സുകളോ എന്ത് കണ്ടു കഴിഞ്ഞാലും ആ ഒരു എറേഴ്സുകൾ സംഭവിച്ചത് എന്തുകൊണ്ടാണ് എന്നുള്ളതിൻ്റെ എല്ലാ ഒബ്ജക്ഷൻസുകളോ ഒപ്പീനിയൻസുകളോ രേഖപ്പെടുത്തുന്നതാണ് ഓഡിറ്റ് റിപ്പോർട്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഓഡിറ്റ് റിപ്പോർട്ടുകളെ പറയുന്ന പേരാണ് ക്വാളിഫൈഡ് റിപ്പോർട്ട്. അപ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള റിപ്പോർട്ട്സുകളിൽ മെയിനായിട്ടും എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ക്വാളിഫൈഡ് റിപ്പോർട്ട് പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിന് 5 റീസൺസുകൾ പറയുന്നുണ്ട്. ദ ക്വാളിഫൈഡ് റിപ്പോർട്ട് ഡ്യൂ ടു ദ ഫോളോയിങ് റീസൺസ് മേ ബി മെയിൻറ്റൈൻഡ് ബൈ ദി ഓഡിറ്റർ. ഫസ്റ്റ് വൺ, when he is not satisfied with the accounts presented to him. ഓഡിറ്റർക്ക് പ്രസന്റ് ചെയ്തിട്ടുള്ള ഫേമിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ടുകളിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ അത് ഓഡിറ്റർക്ക് ആളുടെ ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒബ്ജക്ഷൻസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹി മേ റെപ്രസെന്റ് ഓർ എക്സ്പ്രസ് ഹിസ് ഒപ്പീനിയൻ ഇൻ ദ ഓഡിറ്റ് റിപ്പോർട്ട്. ദാറ്റ് ഈസ് ദ ക്വാളിഫൈഡ് റിപ്പോർട്ട്. Number 2 reason, when he found any discrepancy in the treatment of some item. ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഐറ്റം അതിൻ്റെ അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സിനോ സ്റ്റാൻഡേർഡ്സിനോ വിരുദ്ധമായിട്ടാണ് ചെയ്തിട്ടുള്ളതെങ്കിലും എന്ത് ചെയ്യാം, ഈ ക്വാളിഫൈഡ് റിപ്പോർട്ടിൽ അത് പ്രസന്റ് ചെയ്യാം. Number 3, when he is not satisfied with the explanation or information given to him. ഒരു കണ്ടെത്തിയതായിട്ടുള്ള മിസ്റെപ്രസെൻറ്റേഷനോ അല്ലെങ്കിൽ എറേഴ്സുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുക്സ് ഓഫ് അക്കൗണ്ടുകളിൽ സസ്പെൻഷൻ വന്നിട്ടുള്ളതോ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ക്ലയൻറ്റിൻ്റെ ഭാഗത്തു നിന്നും കിട്ടിയിട്ടുള്ള എക്സ്പ്ലനേഷൻസുകളും ഇൻഫർമേഷൻസുകളും സാറ്റിസ്ഫൈഡ് അല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാലും ക്വാളിഫൈഡ് റിപ്പോർട്ട് അയക്കാം. That is the explanation or information given by the firm is not satisfied by the auditor, he may present the qualified report. Fourth one, when the management is not prepared to make the desired change. ബുക്സ് ഓഫ് അക്കൗണ്ടുകളിൽ ശരിയായിട്ടുള്ള രീതിയിൽ റെക്കോർഡിംഗ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം അല്ലെങ്കിൽ ഇന്റേണൽ ചെക്ക് സിസ്റ്റം ഇത് ഇഫക്റ്റീവായിട്ട് ഫോളോ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സ്റ്റെപ്സുകളൊന്നും ഫേം ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു മാറ്റം ഈ ഫേമിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ ഓഡിറ്റർക്ക് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിലും റിപ്പോർട്ട് ചെയ്യാം. ലാസ്റ്റ് വൺ, വെൻ ഹി തിങ്സ് ദാറ്റ് the profit and loss account and balance sheet are not prepared in accordance with the rules and regulations of the society and it is not prepared at the fair and view of the state of affairs of the society. ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് തന്നെ ശരിയായിട്ടുള്ള രീതിയിലല്ല എന്നുള്ളത് ഓഡിറ്റർക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ക്വാളിഫൈഡ് റിപ്പോർട്ടുകൾ പ്രസന്റ് ചെയ്യാവുന്നതാണ്. ഈ 5 കാരണങ്ങൾ കൂടാതെയും ചില കാരണങ്ങൾ കൊണ്ട് ക്വാളിഫൈഡ് റിപ്പോർട്ട് പ്രസന്റ് ചെയ്യാം. അങ്ങനെയുള്ളൊരു 5 റീസൺസുകൾ കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഫസ്റ്റ് വൺ, വെൻ ദ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ദി സൊസൈറ്റി ഹാവ് ബീൻ വാല്യൂഡ് അറ്റ് കോസ്റ്റ് വെൻ ഇറ്റ് ഈസ് മോർ ദാൻ മാർക്കറ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസിലാണ് അസറ്റ്സുകൾ വാല്യൂ ചെയ്യേണ്ടത്, പക്ഷേ മാർക്കറ്റ് പ്രൈസിനേക്കാൾ കൂടുതലായിട്ടാണ് കോസ്റ്റ് പ്രൈസ് കാണിക്കുന്നതെങ്കിൽ അതും എന്ത് ചെയ്യാം, ഒരു ഒബ്ജക്ഷനായിട്ട് ഓഡിറ്റർക്ക് എക്സ്പ്രസ് ചെയ്യാം. Number 2, the insufficient provision has been made for the depreciation of fixed asset.
the society given the provision for depreciation is not sufficient, that may be present by the auditor. The third one, inadequate provision for have been made for bad and doubtful debt. Similar case, the provision for bad and doubtful debt is not sufficient to the make up the bad and doubtful debt. The auditor may express his opinion or objection. Fourth one, accounting policies adopted by the firm is not suitable to the nature of the business organization. സൊസൈറ്റി ആയിക്കഴിഞ്ഞാലും സർവീസ് ഓറിയൻറ്റഡ് ആണ്. പക്ഷേ സൊസൈറ്റിയുടെ ബിസിനസ്സിൻ്റെ നേച്ചർ എന്താണോ അതിനനുസരിച്ച് കൊണ്ടുള്ള ഒരു അക്കൗണ്ടിങ് പ്രാക്ടീസോ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസോ അല്ല ഫോളോ ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഇൻഫർമേഷനും ഇവിടെ എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് വൺ, prepare the proper books of accounts have not been kept in accordance with the provisions of the Companies Act. Companies Actൽ പറയുന്ന പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും ഓഡിറ്റർക്ക് അത് എക്സ്പ്രസ് ചെയ്യാം. ചുരുക്കത്തിൽ ഫേമിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസുകൾ സഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിലല്ല എന്നുള്ളത് മനസ്സിലാകുന്ന പക്ഷം ആ റിപ്പോർട്ടിൽ എന്ത് ചെയ്യാവുന്നതാണ്, ഇതിനുള്ള കാരണങ്ങൾ ബോധ്യപ്പെടുത്താവുന്നതാണ്. ദാറ്റ് ഈസ് ദ ക്വാളിഫൈഡ് റിപ്പോർട്ട്. So the qualified report is a report the auditor presents his opinion or objection with qualification or reason what the nature of the business organization done in accordance with the rules and regulation. While conducting the audit work, the auditor may express his opinion due to some of the following. ആൾ പറയുന്ന കാരണം എന്തൊക്കെ ആണ് എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. അക്കൗണ്ട്സുകൾ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് സാറ്റിസ്ഫൈഡ് അല്ല, അല്ലെങ്കിൽ പ്രൊവിഷൻസുകൾ മെയിൻറ്റെയിൻ ചെയ്തത് സാറ്റിസ്ഫൈഡ് അല്ല, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ദെൻ ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസുകൾക്ക് അനുസൃതമല്ല. ഇങ്ങനെയുള്ള മെയിൻ റീസൺസുകൾ വന്നു കഴിഞ്ഞാൽ ആ ഡിസ്ക്രിപ്പൻസി ഓഡിറ്റർക്ക് ആളുടെ ഒബ്ജക്ഷൻസുകളായിട്ട് റിപ്പോർട്ടിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് സ്പെഷ്യൽ റിപ്പോർട്ടുകളാണ്. അപ്പോൾ സാധാരണ 3 റിപ്പോർട്ടുകളാണുള്ളത്. ഒന്ന് ക്ലീൻ റിപ്പോർട്ട് ഓർ അൺക്വാളിഫൈഡ് റിപ്പോർട്ട്, നമ്പർ 2 ക്വാളിഫൈഡ് റിപ്പോർട്ട്, തേർഡ് വൺ സ്പെഷ്യൽ റിപ്പോർട്ട്. സ്പെഷ്യൽ ടൈപ്പിലുള്ള റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ഒക്കേഷൻസുകൾ, അതായത് അങ്ങനെയുള്ള സർക്കംസ്റ്റൻസുകൾ അറൈസ് ചെയ്യുമ്പോഴായിരിക്കും സ്പെഷ്യൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. So, an auditor reported this type of audit report while conducting the audit work. The auditor which warrants the immediate action is known as special report. അതായത് സീരിയസ് നേച്ചറിലുള്ള ഏതെങ്കിലും ഡിഫക്റ്റുകൾ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസുകളിൽ ഓഡിറ്റർക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ആ സീരിയസ് ആയിട്ടുള്ള ഡിഫക്റ്റുകളെ ഉണർത്താനും അത് വേണ്ട രീതിയിൽ തടയാനും അത് വേണ്ടപ്പെട്ട അധികാരികൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനും ഉള്ളൊരു അവസരമാണ് സ്പെഷ്യൽ റിപ്പോർട്ടിലൂടെ നൽകുന്നത്. അപ്പോൾ സീരിയസ് ഡിഫക്റ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അത് ഓതറൈസ്ഡ് ആയിട്ടുള്ള റെസ്പെക്റ്റീവായിട്ടുള്ള ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ അത് എന്ത് ചെയ്യണം, ഇൻഫോം ചെയ്യണം. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഫോർവേഡ് ചെയ്യണം, അതോറിറ്റികൾക്ക് അത് അറിയിക്കണം, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സ്റ്റെപ്സുകൾ എടുക്കണം. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസുകൾ ഏതൊക്കെ സിറ്റുവേഷൻസുകളിലാണ് അറൈസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനുള്ളത്. അതായത് സ്പെഷ്യൽ ടൈപ്പിലുള്ള റിപ്പോർട്ട്സുകൾ സബ്മിറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസുകൾ. ഫസ്റ്റ് വൺ, ദ ഡിഫക്റ്റ് ഫൗണ്ട് മസ്റ്റ് ബി സീരിയസ് ഇൻ നേച്ചർ. സ്പെഷ്യൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സീരിയസ് ഡിഫക്റ്റുകളായിരിക്കണം റിപ്പോർട്ട് ചെയ്യേണ്ടത്. നമ്പർ 2, ദ നേച്ചർ ഓഫ് ഡിഫക്ട് റിക്വയർസ് ഇമ്മീഡിയറ്റ് ആക്ഷൻ. റിപ്പോർട്ട് ചെയ്യൽ മാത്രമല്ല, ആ റിപ്പോർട്ട് ചെയ്യുന്ന മാറ്ററിന് ഒരു സൊല്യൂഷൻ ഉണ്ടാവുകയും ചെയ്യണം. അപ്പോൾ സീരിയസ് ഡിഫക്റ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനെ ഓവർകം ചെയ്യാനോ അല്ലെങ്കിൽ റെക്ടിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കുന്നത് സന്ദർഭങ്ങളിലാണ് സ്പെഷ്യൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. തേർഡ് വൺ, ദ നേച്ചർ cannot be postponed until the completion of the audit. ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നതിനിടയിൽ, അത് പൂർത്തീകരിക്കുന്നതിനിടയിൽ തന്നെ എന്ത് ചെയ്തിരിക്കണം, ആ ആക്ഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ കണ്ടെത്തിയ ഡിഫക്റ്റ് കുറച്ച് നാളത്തേക്ക് നീട്ടിവെക്കാനായിട്ട് കഴിയില്ല.
ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിനിടയിൽ തന്നെ എന്ത് വേണം, അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തേണ്ട ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു നീഡ് അല്ലെങ്കിൽ നെസസിറ്റി അവിടെ വരുന്നുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് സ്പെഷ്യൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് വൺ, ഡിലേ ഇൻ റിപ്പോർട്ടിംഗ് ആൻഡ് ഇമ്മീഡിയറ്റ് ആക്ഷൻ may lead to some unfair and manipulation. അഥവാ ഇനിയിപ്പോൾ ഒരു റിപ്പോർട്ടിംഗ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് സീരിയസ് ഡിഫക്റ്റ് കണ്ടു, ഓഡിറ്റർ അത് കുറച്ച് ഡിലേ ആക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വീണ്ടും അൺഫെയർ ആയിട്ടുള്ള പ്രാക്ടീസുകളോ മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സുകളോ എറേഴ്സുകളും ഫ്രോഡ്സുകളും ഉണ്ടാകാനോ അല്ലെങ്കിൽ വലിയൊരു ലോസ് ക്ലയൻറ്റിന് സംഭവിക്കാനോ സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസുകളിലും എന്ത് ചെയ്തിരിക്കണം, സ്പെഷ്യൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ സ്പെഷ്യൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്ന 5 സിറ്റുവേഷൻസുകളാണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ, സീരിയസ് ഡിഫക്റ്റ്. നമ്പർ 2, ദ ഡിഫക്റ്റ് മസ്റ്റ് നീഡ് ആൻ ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ. ദെൻ third one, the solution cannot be, the action cannot be postponed till the completion of the work. Then if any delaying or postponing the action, it may lead to serious nature of the errors, frauds and manipulation and misappropriation of the accounts that may be led to the loss of the business organization. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന സിറ്റുവേഷൻസുകളിൽ ഓഡിറ്റർ നിർബന്ധമായും ഓഡിറ്ററുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. ഇനിയിപ്പോൾ ഓഡിറ്റർ ഇങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ഓഡിറ്റർ നെഗ്ലിജൻസ് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഓഡിറ്റർക്ക് അതിനെതിരെ അയാളുടെ ലാബിലിറ്റി സിവിൽ ലാബിലിറ്റി ആയിട്ട് അറൈസ് ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന ഒരു സിവിയർ നേച്ചറിലുള്ള ഒരു സിറ്റുവേഷനാണ് സ്പെഷ്യൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് ടൈപ്സ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇതുവരെ പറഞ്ഞിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു റിപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞു, ദാറ്റ് ഈസ് സ്പെഷ്യൽ അൺക്വാളിഫൈഡ് റിപ്പോർട്ട് ഓർ ക്ലീൻ റിപ്പോർട്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് സെക്കൻഡ് കാറ്റഗറിയാണ്, ക്വാളിഫൈഡ് റിപ്പോർട്ട് ആൻഡ് സ്പെഷ്യൽ റിപ്പോർട്ട്. 2 ടൈപ്പുള്ള റിപ്പോർട്ടുകളും ഏതെല്ലാം സിറ്റുവേഷൻസുകളിലാണ് അത് സബ്മിറ്റ് ചെയ്യുന്നത്, ഓഡിറ്ററുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടുന്ന പോയിന്റ്. അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ കേസ് നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ് ഓഡിറ്റ് പ്രോഗ്രാം. അവിടെ ഹെഡിങ് എഴുതിയിട്ട് എന്താണ് ഓഡിറ്റ് പ്രോഗ്രാം എന്നുള്ളത്. നമുക്കതിൻ്റെ ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ ഫീച്ചേഴ്സ്, ഒരു ഓഡിറ്റ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ ഫേമിനുണ്ടാകുന്ന അല്ലെങ്കിൽ ഓഡിറ്റേഴ്സിന് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഒരു ഓഡിറ്റ് പ്രോഗ്രാം പ്രിപ്പയർ ചെയ്യുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ കൊടുക്കുന്നത്. ഈ ക്ലാസ്സാന്ന് ഓണൊക്കെയാ. ഇപ്പം നോക്കാം നമുക്ക് എന്താണ് ഓഡിറ്റ് പ്രോഗ്രാം എന്നുള്ളത്. ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു ആക്ഷൻ പ്ലാൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഓഡിറ്റ് ചെയ്യുന്നതിൻ്റെ സ്കീമായിട്ടോ അല്ലെങ്കിൽ ഒരു ഓഡിറ്റ് ചെയ്യാനുള്ള ഗൈഡ് ലൈൻസ് ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് ഓഡിറ്റ് പ്രോഗ്രാം. ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഒരു പ്ലാൻ ചെയ്യുന്ന ഒരു ആക്ഷൻ എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഒരു വർക്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം, വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യുന്ന പ്രൊസീജിയേഴ്സുകൾ എങ്ങനെയാണ്, വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിനിടയിൽ എന്തെല്ലാം ആക്ടിവിറ്റീസുകളാണ് കണ്ടക്ട് ചെയ്യുന്നത്, ആരൊക്കെയാണ് ഇതിൽ സ്റ്റാഫായിട്ട് വരുന്നത്. ഒരു ഓഡിറ്റ് വർക്ക് ആകുമ്പോൾ ഒരു സീരിയസ് നേച്ചറിലുള്ള ഒരു ആക്റ്റാണ്, ഫങ്ഷനാണ്. അപ്പോൾ അതിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തികൾ ആരാണ്, റെസ്പോൺസിബിൾ ആയിട്ട് വരുന്ന ഓരോ വർക്കുകളും ഏതാണ്, ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് റെക്കോർഡിംഗ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. സോ ഓഡിറ്റ് പ്രോഗ്രാം ഈസ് എ റിട്ടേൺ പ്ലാൻ containing the exact details of the audit work of a particular conduct of audit. ഓഡിറ്റ് ചെയ്യുന്ന വർക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതപ്പെട്ട ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് സൂക്ഷിക്കുന്നതാണ് ഓഡിറ്റ് പ്രോഗ്രാം. നമ്മൾ സാധാരണ ഒരു പ്രോഗ്രാം ചാർട്ട് എന്ന് പറയുമ്പോൾ ആ പ്രോഗ്രാമിൻ്റെ തുടക്കം മുതൽ എൻഡിങ് വരെയുള്ള എല്ലാ ഡീറ്റെയിൽസുകളും ഏതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കും, ഒരു പ്രോഗ്രാം ചാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യും. അതുപോലെ ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് തന്നെ, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടും റെലവൻ്റ് ആയിട്ടൊരു ഡോക്യുമെൻ്റായി ആക്ട് ചെയ്യുന്ന പ്ലാൻ ഓഫ് ആക്ഷനായിട്ട് ചെയ്യുന്നതാണ് ഓഡിറ്റ് പ്രോഗ്രാം. So audit program is a plan of action. It is a program in the scheme specifying
the work to be done, the procedure to be followed while conducting the audit work. അപ്പോൾ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പാണ് ഇത് തയ്യാറാക്കേണ്ടത്. കാരണം ഓഡിറ്റിൽ എന്തൊക്കെ ചെയ്യണം, ഓഡിറ്റ് ചെയ്യുന്നതിനിടയിൽ എന്തെല്ലാം വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, എപ്പോൾ കംപ്ലീറ്റ് ചെയ്യും, എങ്ങനെയാണ് അത് കംപ്ലീറ്റ് ചെയ്യുന്ന പ്രൊസീജിയർ, അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം ഒരു പ്ലാൻ തയ്യാറാക്കുന്നതും ഗൈഡിങ് ചെയ്യുന്നതും അതിനെക്കുറിച്ചുള്ളൊരു സ്കീമായിട്ട് അവതരിപ്പിക്കുന്നതാണ് ഓഡിറ്റ് പ്രോഗ്രാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ സ്റ്റാൻഡേർഡ് പ്രോഗ്രാം തന്നെയാണ്. കാരണം അത് ഓഡിറ്റ് റിപ്പോർട്ടിനോട് ഒപ്പം തന്നെ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു റിപ്പോർട്ടും കൂടെയാണ് ഓഡിറ്റ് പ്രോഗ്രാം. അപ്പോൾ ഈ ഓഡിറ്റ് പ്രോഗ്രാമിന് വേണ്ട രീതിയിലുള്ള നെസസറി അറേഞ്ച്മെൻറ്റ്സുകൾ നടത്തിയതിന് ശേഷം മാത്രമേ ഒരു ഓഡിറ്റർ ഓഡിറ്റ് വർക്ക് കണ്ടക്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. കാരണം ഈ പറയുന്ന ഷെഡ്യൂളിൽ വെച്ചുകൊണ്ടായിരിക്കണം ഓഡിറ്റ് വർക്ക് കണ്ടക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഓഡിറ്റിന് ചെയ്യേണ്ടതായിട്ടുള്ള നെസസറി അറേഞ്ച്മെൻറ്റ്സുകൾ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, ഒരു ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാം. ഇനി തയ്യാറാക്കി കഴിഞ്ഞാലും ഇപ്പോൾ ചില കേസുകളിൽ എന്തെങ്കിലും ഓൾട്രേഷൻസുകളോ ചേഞ്ചസുകളൊക്കെ വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്നതായിട്ടുള്ള പ്രൊവിഷൻസുകളും സ്വീകരിക്കാവുന്നതാണ്. Okay, audit program is a written plan containing the details with regard to a particular work of audit. Okay, then next നമുക്ക് പഠിക്കാനുള്ളത് ഫീച്ചേഴ്സ് ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം ആണ്. അതായത് ഈ ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ മെയിൻ പെക്യൂലിയാരിറ്റീസ് എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് നമുക്കൊരു ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അഡ്വാൻറ്റേജസുകളെ കുറിച്ച് അറിയാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. So the important features of audit program. First one, the audit program should be always in writing. നമുക്കറിയാം റിട്ടേൺ പ്ലാൻ ഓഫ് ആക്ഷൻ ആണ്, റിട്ടേൺ ഗൈഡ് ലൈൻസ് ആണ്, അല്ലെങ്കിൽ റിട്ടേൺ പ്ലാൻ ആണ്. അതുകൊണ്ട് ഇറ്റ് ഷുഡ് ബി റൈറ്റിംഗ്, എഴുതി തയ്യാറാക്കിയത് തന്നെ ആയിരിക്കണം ഓഡിറ്റ് പ്രോഗ്രാം എന്നത്. ദെൻ ഇറ്റ് ഷുഡ് ബി ഡ്രോൺ ബൈ ദ ഓഡിറ്റർ ഹിംസെൽഫ്. ഓഡിറ്റ് ചെയ്യുന്ന വർക്കുകളെ കുറിച്ചിട്ടാണ് ഓഡിറ്റർ തയ്യാറാക്കുന്നത്. സോ ഇറ്റ് ഷുഡ് ബി പ്രിപ്പയർഡ് ബൈ ദ ഓഡിറ്റർ ബൈ ഹിംസെൽഫ്. നമ്പർ 3, ഇറ്റ് ഷുഡ് ബി പ്രിപ്പയർഡ് ബിഫോർ ദി കമൻസ്മെന്റ് ഓഫ് ഓഡിറ്റ്. ഒരു ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്, ഓഡിറ്റ് പ്രോഗ്രാം തയ്യാറാക്കുന്നത് അതിൻ്റെ പ്ലാൻ ഓഫ് ആക്ഷൻ ആണ്, അല്ലെങ്കിൽ ഒരു സ്കീമായിട്ടാണ്. അങ്ങനെ ആകുമ്പോൾ ഓഡിറ്റ് ചെയ്യുന്നതിനേക്കാൾ മുമ്പായിരിക്കണം അത് തയ്യാറാക്കേണ്ടത്. Number 4, separate audit program should be prepared for every individual audit. ഓരോ ടൈപ്പുള്ള ഓഡിറ്റുകൾക്കും എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ഓഡിറ്റ് പ്രോഗ്രാം തയ്യാറാക്കണം. ഇപ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ളൊരു ഓഡിറ്റ് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് ഒരു ഓഡിറ്റ് പ്രോഗ്രാം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റിന് വേണ്ടി ചെയ്യാനായിട്ട് പാടില്ല. ഒരു ഓപ്പറേഷണൽ ഓഡിറ്റിൻ്റെ പ്രോഗ്രാം ചാർട്ട് ആവരുത് ഒരു ഫങ്ഷണൽ ഓഡിറ്റ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഓഡിറ്റിന് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ സെപ്പറേറ്റ് ഓഡിറ്റ് പ്രോഗ്രാം തന്നെയായിരിക്കണം ഇൻഡിവിജ്വൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ സ്വീകരിക്കേണ്ടത്. The fifth one, it should contain the full details and procedures of the work to be conducted. നമുക്ക് അറിയാം ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ആണെന്ന് പറഞ്ഞു, റിട്ടേൺ പ്ലാൻ ആണ്. അപ്പോൾ ഒരു ഓഡിറ്റ് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, വാട്ട് ഈസ് ദ വർക്ക് ടു ബി കണ്ടക്റ്റഡ്, വാട്ട് ആർ ദ പ്രൊസീജിയേഴ്സ് ടു ബി ഫോളോഡ് വൈൽ ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ഓഡിറ്റ് വർക്ക്. ഇറ്റ് ഈസ് മെൻഷൻഡ് ഇൻ ദി ഓഡിറ്റ് പ്രോഗ്രാം. എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്, എന്തെല്ലാം ചെയ്യാനുണ്ട് എന്നുള്ളതാണ് ഒരു ഓഡിറ്റ് പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. Another one, it should contain the distribution of work among the staff. അതായത് ഒരു ലോങ് ടേം ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഒരു നമ്പർ ഓഫ് വർക്കുകൾ എല്ലാം ഉള്ളൊരു കോംപ്ലക്സ് ആക്ടിവിറ്റീസുകളാണ് ഓഡിറ്റ് വർക്ക് എന്നത്. അപ്പോൾ ഓരോ റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തികളും അതാത് അവർക്ക് ഏൽപ്പിച്ച അസൈൻ ചെയ്തിട്ടുള്ള ഡ്യൂട്ടികളാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഓഡിറ്റ് പ്രോഗ്രാം തയ്യാറാക്കുന്നതിലൂടെ ആർക്ക് എന്ത് ജോലിയാണ് ചെയ്യാനുള്ളത് എന്നുള്ളതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാനായിട്ട് കഴിയും. അതൊരു ഫീച്ചറാണ് പറയുന്നത്. ഇറ്റ് ഷുഡ് സ്പെസിഫൈ ദ ടൈം, ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക് എമംഗ് ദി സ്റ്റാഫ്. സ്റ്റാഫിനിടയിൽ ഉണ്ടാകുന്ന ഡിവിഷൻ ഓഫ് വർക്കിന് പോസിബിൾ ആണ് ഒരു ഓഡിറ്റ് പ്രോഗ്രാം തയ്യാറാക്കുന്നതിലൂടെ. Number 7, it should specify the time within which the audit work should be completed. കംപ്ലീഷൻ ഓഫ് ദി ഓഡിറ്റ് വർക്ക്, അതിൻ്റെ ടൈം പീരീഡിനെ എത്രയാണെന്നുള്ളത് മെൻഷൻ ചെയ്യാനും ഒരു ഓഡിറ്റ് വർക്ക് പ്രോഗ്രാം തയ്യാറാക്കി കഴിഞ്ഞാൽ ഹെൽപ്ഫുൾ ആണ്.
കാരണം അത് ഒരുപാട് വർക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ വർക്കുകളും ആർക്കാണ് അലോട്ട് ചെയ്യേണ്ടത് എന്നുള്ളതും എപ്പോൾ തുടങ്ങണം അതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽസ് തയ്യാറാക്കുമ്പോൾ എത്ര ടൈമിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളതും എന്ത് ചെയ്യാൻ പറ്റും, എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് അതിനൊരു മെയിൻ ഫീച്ചറായിട്ട് പറയുന്നത് ഇറ്റ് ഷുഡ് സ്പെസിഫൈ ദ ടൈം ലിമിറ്റ് for the completion of the audit. Eighth point, it should be flexible to make necessary adjustments during the course of audit. ഓഡിറ്റ് ചെയ്യുന്നതിനിടയിൽ ഇപ്പോൾ ഒരു ഇന്റേണൽ ചെക്ക് സിസ്റ്റം ഇഫക്റ്റീവ് അല്ല എന്ന് മനസ്സിലായി. അങ്ങനെ വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ചെക്കിങ്സുകൾ ആവശ്യമായിട്ട് വരും. ചിലപ്പോൾ വൗച്ചിങ് ചെയ്യുന്ന സമയത്ത് മിസ്സിങ് വൗച്ചേഴ്സുകളൊക്കെ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫ്രോഡായിട്ടുള്ള ട്രാൻസാക്ഷൻസുകളോ എൻട്രീസുകളോ ഉണ്ടോ എന്നുള്ളത് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ഒബ്സർവേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഒരു ഓഡിറ്റ് മെമ്മോറാണ്ടം ഉണ്ടെന്നുണ്ടെങ്കിലും ചിലപ്പോൾ വർക്കിനിടയിലായിരിക്കും നമുക്ക് അലേർട്ടായിട്ട് ചിലപ്പോൾ ചില വർക്കുകൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ മോഡിഫിക്കേഷൻസുകൾ വരുന്നുണ്ടെങ്കിൽ ഓൾട്രേഷൻസുകൾ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അത് ഓഡിറ്റ് പ്രോഗ്രാമിൽ ചെയ്യാവുന്നതാണ്, ആവശ്യമായിട്ട് വരുന്ന സന്ദർഭങ്ങളിൽ നടത്താവുന്നതാണ്. Another one, it indicates the responsibility of the staff of the client to the conduct of audit. ഓരോരുത്തരും ചെയ്തിട്ടുള്ള വർക്കുകളുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ടൊരു ഓഡിറ്റ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ ഓഡിറ്റർക്ക് സഹായകമാകും. അപ്പം ഇത്രയും പോയിന്റുകളാണ് ഓഡിറ്റ് പ്രോഗ്രാം തയ്യാറാക്കുന്നത് കൊണ്ടുള്ള ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഓഡിറ്റ് പ്രോഗ്രാം ഒരു പ്ലാൻ ഓഫ് ആക്ഷനാണ്. ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെയുള്ള എല്ലാ വർക്കുകളെ കുറിച്ചും എന്തെല്ലാം പ്രൊസീജിയേഴ്സുകൾ ഫോളോ ചെയ്തിട്ടുണ്ട്, എന്തെല്ലാം ഗൈഡ് ലൈൻസുകളാണ് ഫോളോ ചെയ്യുന്നതിനെ കുറിച്ചെല്ലാം ഒരു ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു ഡോക്യുമെൻ്റ് ആയിട്ടാണ് ഓഡിറ്റ് പ്രോഗ്രാമിനെ കൺസിഡർ ചെയ്യുന്നത്. ഓഡിറ്റർ തന്നെയാണ് അത് തയ്യാറാക്കുന്നത്. ഓഡിറ്റ് വർക്ക് കണ്ടക്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ ഓഡിറ്റ് ഇന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളതും ഓരോ ഓഡിറ്റ് വർക്കുകൾക്കും റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തികൾ ആരാണെന്നുള്ളതും അതിൻ്റെ കംപ്ലീഷൻ പീരീഡ് അടക്കം എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി ഓഡിറ്റ് വർക്ക് കണ്ടക്ട് ചെയ്യാൻ ഹെൽപ്ഫുൾ ആകുന്ന ഒന്നായിരിക്കും ഓഡിറ്റ് പ്രോഗ്രാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ തന്നെ ഫീച്ചേഴ്സ് ആണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസുകൾ എന്താണെന്നുള്ളത് പറയാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു മെത്തഡോളജിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നതിന് ഹെൽപ്ഫുൾ ആകുന്നതാണ് ഓഡിറ്റ് മെമ്മോറാണ്ടം എന്ന് മനസ്സിലായി. പക്ഷേ നമുക്ക് ഓരോ വർക്കുകളും ഡിസൈൻ ചെയ്യുന്നതിനനുസരിച്ച് കൊണ്ടായിരിക്കും ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈപ്പ് ഓഫ് ഓഡിറ്റ് എങ്ങനെയാണോ അതിനനുസരിച്ച് കൊണ്ട് വേണം ഒരു ഓഡിറ്റ് പ്രോഗ്രാം പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഓൺ ദി ബേസ് ഓഫ് the well-designed audit program, the audit program gets so many advantages. First one, it is a kind of guidance to the audit clerk for the whom he has to perform. അപ്പോൾ ഓഡിറ്റ് ചെയ്യുന്നത് ഒന്നിലധികം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആണ്. അപ്പോൾ മെയിൻ ഓഡിറ്ററുടെ അണ്ടറിൽ വരുന്ന ഓഡിറ്റ് സ്റ്റാഫുകൾക്ക് അവർക്ക് എന്തെല്ലാം വർക്കുകളാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് എന്നുള്ളത് മനസ്സിലാകാനുള്ള അവരുടെ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാനും അവരുടെ വർക്കിന് ഡിവിഷൻ ഓഫ് വർക്കിനെ ഫിക്സ് ചെയ്യാനും ഹെൽപ്ഫുൾ ആകുന്നതാണ് ഓഡിറ്റ് മെമ്മോറാണ്ടം. Number 2, it ensures the all necessary work has been done, nothing been omitted. ഒരു വർക്ക് ചെയ്യാനായിട്ട് എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കണം, അപ്പം അതിൽ കംപ്ലീറ്റ് വർക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും ഏതെങ്കിലും ഒന്നിനെ ഒമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ മനസ്സിലാകാനും ആർക്ക് കഴിയും, ഓഡിറ്റർക്ക് ഹെൽപ്ഫുൾ ആകുന്നതാണ് ഓഡിറ്റ് മെമ്മോറാണ്ടം. So number 2 point is that it ensures that all necessary work has been done and nothing has been omitted. Number 3, it helps to complete the audit work within the scheduled time. ഒരു ടൈം എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ടാണ് ഓരോ വർക്കുകളും എന്ത് ചെയ്യുന്നത്, വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ എസ്റ്റിമേഷൻ ഓഫ് ടൈം ഉള്ളത് കൊണ്ട് തന്നെ ഷെഡ്യൂൾഡ് ടൈമിനകത്ത് ഒരു ഓഡിറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിയും. നമ്മളൊരു ടൈം ലിമിറ്റുകളൊന്നും വെച്ചിട്ടില്ല, കൃത്യമായ പ്ലാനുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടൈം പീരീഡിനകത്ത് അല്ലെങ്കിൽ ഫിക്സ് ചെയ്യുന്ന ടൈമിനകത്ത് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. പക്ഷേ ഓഡിറ്റ് മെമ്മോറാണ്ടം ഒരു പ്ലാൻ ഓഫ് ആക്ഷനാണ്, ഗൈഡ് ലൈൻ ആണ്, അല്ലെങ്കിൽ ഒരു സ്കീം ഓഫ് ആക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റിപ്പുലേറ്റ് ടൈമിനുള്ളിൽ ഓഡിറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും.
ഫോർത്ത് വൺ പറയുന്നത് the auditor can know the progress of the work done by the assistants. ഓരോ വർക്കുകളും ഓരോരുത്തർക്കും അസൈൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് ആരൊക്കെ ഏത് വർക്കുകൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അതിൻ്റെ പ്രോഗ്രസീവ് സ്റ്റേജ് അസർട്ടൈൻ ചെയ്യാനായിട്ട് ജൂനിയർ സ്റ്റാഫുകൾക്ക് കഴിയും. അപ്പോൾ സീനിയർ സ്റ്റാഫുകൾ കഴിയും. അപ്പോൾ ജൂനിയർ ആയിട്ടുള്ള സ്റ്റാഫ് അല്ലെങ്കിൽ അസിസ്റ്റൻസ് എന്തെല്ലാം വർക്കുകൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതും അവിടെ വർക്കിൻ്റെ പ്രോഗ്രസ്സിനെ കുറിച്ചും തിരിച്ചറിയാനായിട്ട് മനസ്സിലാകാനായിട്ട് ഹെൽപ്ഫുൾ ആകുന്നതാണ് ഓഡിറ്റ് മെമ്മോറാണ്ടം. Fifth point, work of audit can be divided among the staff who will be responsible for their work. ഇപ്പോൾ നമ്പർ ഓഫ് ആക്ടിവിറ്റീസുകളാണ്, ഒരു കോംപ്ലക്സ് ആക്ടിവിറ്റീസുകളാണ് ഒരു ഓഡിറ്റ് വർക്ക്. ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടികളാണ് പെർഫോം ചെയ്യാനുള്ളത്. അവരുടേതായിട്ടുള്ള ഡ്യൂട്ടികളുടെ റെസ്പോൺസിബിലിറ്റി ആ ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫിന് മാത്രമായിരിക്കും. അപ്പം അങ്ങനെയുള്ള സ്റ്റാഫ് വർക്ക് അലോട്ട്മെന്റ് ഉള്ളത് കൊണ്ട് റെസ്പോൺസിബിലിറ്റി ഫിക്സ്ഡ് ആണ്. That is the fifth point. The next, as the work has been assigned to each staff separately, negligence from their part can be identified. എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റി ഫിക്സ്ഡ് ആണ് അല്ലേ. അപ്പോൾ ആരെങ്കിലും അവരുടെ ഡ്യൂട്ടിയിൽ നെഗ്ലിജൻസ് അല്ലെങ്കിൽ ഡ്യൂട്ടിയിൽ ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ആക്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കെതിരെ എന്ത് ചെയ്യാം, ആക്ഷൻസിൽ എടുക്കാം. അവരാരാണ് എന്നുള്ളത് മനസ്സിലാകാനായിട്ട് ആർക്ക് കഴിയും, ഓഡിറ്റർക്ക് കഴിയും. വർക്ക് കംപ്ലീറ്റ് ചെയ്യാത്തതും ഡ്യൂട്ടിയിൽ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തികൾ ആരാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഓഡിറ്റർ കഴിയും എന്നുള്ളതാണ് അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഫിഫ്ത്ത് പോയിന്റ് പറഞ്ഞത് റെസ്പോൺസിബിലിറ്റി ഫിക്സ് ആയതുകൊണ്ട് ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള സ്റ്റാഫിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കഴിയും. സിക്സ്ത് പോയിന്റ്, as the work has been assigned, audit staff negligence from their part can be identified. Seventh one, for a new clerk the audit program is a guide to his duty. ഓഡിറ്റ് വർക്ക് ഓരോരുത്തർക്കും അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും സ്റ്റാഫുകൾ ന്യൂ കമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഡ്യൂട്ടിയെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അവർക്ക് നൽകുന്നത് ഓഡിറ്റ് പ്രോഗ്രാമിലൂടെയാണ്. ഫോർ എ ന്യൂ ക്ലർക്ക് ദ ഓഡിറ്റ് പ്രോഗ്രാം ഈസ് എ ഗൈഡ് ടു ഹിസ് ഡ്യൂട്ടി. Eighth point, it is a useful basis for planning the program for the subsequent years. ഇപ്പോൾ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് ഓഡിറ്റേഴ്സിൻ്റെ ഒരു പാനലാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഓഡിറ്റ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയിൽ വരുന്നുണ്ടെങ്കിൽ സബ്സീക്വൻ്റ് ആയിട്ട് വരുന്ന വർഷങ്ങളിൽ അവിടെ എന്തൊക്കെ വർക്കുകളാണ് ചെയ്യാനുള്ളതിനെ കുറിച്ചുള്ള ഒരു മുൻകൂട്ടി ഒരു ധാരണ ആർക്ക് കിട്ടും, ഓഡിറ്റർക്ക് കിട്ടും. അപ്പോൾ സബ്സീക്വൻ്റ് ഇയേഴ്സിൽ എന്തെല്ലാം വർക്കുകൾ കണ്ടക്ട് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ബേസ് ആയിട്ട് നമുക്ക് ഈ പറയുന്ന മുമ്പ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഓഡിറ്റ് പ്രോഗ്രാമുകൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് ninth point, as the same program with necessary modification can be followed every year, so there will be uniformity in every year. എല്ലാ വർഷവും പല സൊസൈറ്റീസുകളിലും കണ്ടിന്യൂസ് ആയിട്ട് ഓഡിറ്റ് പാനൽസുകൾ തന്നെയാണ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നെസസറി ആയിട്ടുള്ള ചേഞ്ചസുകൾ മാത്രം ആവശ്യമാണെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. അങ്ങനെ വരുമ്പോൾ ഒരു ഓഡിറ്റ് വർക്കിൽ യൂണിഫോമിറ്റി ഉണ്ടാകാനായിട്ട് സാധ്യമാകുമെന്നുള്ളത് മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ വർഷങ്ങളായിട്ട് ഓഡിറ്റ് ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവർക്കറിയാം ആ ഫേമിൽ അവരുടെ അക്കൗണ്ടിങ് പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളതും ഇന്റേണൽ ചെക്ക് സിസ്റ്റം, വൗച്ചേഴ്സിനെ കുറിച്ചും അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ടുകളെ കുറിച്ചുള്ള ധാരണ അവർക്കുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ യൂണിഫോം ആയിട്ടുള്ള ഒരു പാറ്റേണിൽ ഓഡിറ്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് ക്വാളിറ്റി ഓഡിറ്റ് വർക്ക് കണ്ടക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഓഡിറ്റ് പ്രോഗ്രാം. 10th പോയിന്റ് പറയുന്നത് ഇറ്റ് ഫെസിലിറ്റേറ്റ് കണ്ടിന്യൂറ്റി ഇൻ ഓഡിറ്റ് വർക്ക്. കണ്ടിന്യൂറ്റി ഉണ്ടാകും എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ഒരു പാനൽ ഓഫ് ഓഡിറ്റേഴ്സ് ആണ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റാഫ് ഈ പറയുന്ന ഗ്രൂപ്പിൽ നിന്നും ലെഫ്റ്റ് വരികയാണ്, അല്ലെങ്കിൽ അവരെ റിമൂവ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവർ റിസൈൻ ചെയ്യുകയാണ്, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലും മറ്റ് സ്റ്റാഫുകൾക്കിടയിൽ അതിനെക്കുറിച്ചൊരു കൺഫ്യൂഷൻസുകൾ ഉണ്ടാവില്ല. കാരണം അവർക്ക് ചെയ്യാനുള്ള വർക്കിനെ കുറിച്ചുള്ള ഡ്യൂട്ടി അസൈൻ ചെയ്തിട്ടുണ്ട്, അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തതുകൊണ്ട് അവർക്കറിയാം ഏത് ഡ്യൂട്ടി ആര് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റാഫ് ഈ ഗ്രൂപ്പിൽ നിന്ന് റിലീവ് ചെയ്ത് കഴിഞ്ഞാലും മറ്റുള്ള ആളുകൾക്ക് ആ ഡ്യൂട്ടിയെ കുറിച്ചുള്ള കൺഫ്യൂഷൻസുകളില്ല. ചെയ്യാത്ത ഡ്യൂട്ടി ഏതാണെന്നുള്ളത് അവർക്ക് എന്ത് ചെയ്യാം,
തിരിച്ചറിയാനും അത് മുഴുവനാകാനും കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കാനും അവർക്ക് കഴിയുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് as the audit staff who perform the work duty assigned the audit program, the auditor can defend himself in case of charge of negligence against him. ഓരോരുത്തരുടെയും ഡ്യൂട്ടി അസൈൻ ചെയ്യുന്നു എന്നുള്ളത് ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ പ്രത്യേകതയാണ്. കാരണം അവർ ചെയ്യാനുള്ള ഓരോ ഭാഗങ്ങളുമാണ് ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഡിവിഷൻ ഓഫ് വർക്കിൻ്റെ ഭാഗമായിട്ട് നൽകുന്നത്. അങ്ങനെ ചെയ്യാൻ കഴിയുന്നത് ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓരോ ഓഡിറ്റ് സ്റ്റാഫിനും അവരുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തികൾ വരുന്നുണ്ടെങ്കിൽ, അവരുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള നെഗ്ലിജൻസുകൾ സംഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ മാത്രം എന്ത് ചെയ്യാം, നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ ഗ്രൂപ്പായിട്ടല്ല അതിന് ലാബിലിറ്റി ഉണ്ടാവുക. ലാബിലിറ്റി അറൈസ് ചെയ്യുക സിവിലായിട്ടുള്ള ലാബിലിറ്റി ആയി കഴിഞ്ഞാലും ക്രിമിനൽ ലാബിലിറ്റി ആയി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഡ്യൂട്ടിയിലുണ്ടാവുന്ന നെഗ്ലിജൻസ് ആയി കഴിഞ്ഞാലും അത് ഇൻഡിവിജ്വലായിട്ട് തന്നെ അവർക്ക് നൽകാനായിട്ട് കഴിയും, അവർക്കെതിരെ ആക്ഷൻ എടുക്കാനായിട്ട് കഴിയുമെന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ്. ലാസ്റ്റ് വൺ, ഇറ്റ് ഫെസിലിറ്റേറ്റ് ഫൈനൽ റിവ്യൂ ബിഫോർ ദ റിപ്പോർട്ട് ഈസ് സൈൻഡ്. ഒരു റിപ്പോർട്ട് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ എന്തെല്ലാം വർക്കുകൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ഫൈനൽ റിവ്യൂ സാധ്യമാകുന്നത് ഒരു ഓഡിറ്റ് പ്രോഗ്രാം ഉള്ളത് കൊണ്ടാണ്. കാരണം ഓഡിറ്റ് പ്രോഗ്രാം ഓഡിറ്റ് തുടങ്ങുന്നതിന് മുമ്പ് പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെയുള്ള വർക്കുകളാണ് അതിലെന്ത് ചെയ്യുന്നത്, മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു കംപ്ലീഷൻ ചെയ്ത് കഴിഞ്ഞാലും ഓഡിറ്റ് റിപ്പോർട്ട് സൈൻ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് എന്തെല്ലാം വർക്ക് ചെയ്തു എന്നുള്ളത് നമുക്കൊരു റിവ്യൂ ചെയ്യാൻ, അതിനെക്കുറിച്ചുള്ള ഇവാലുവേഷൻ ചെയ്യാനായിട്ട്, എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന് തിരിച്ചറിയാനായിട്ട്, ഒരു അപ്രൈസൽ നടത്താനായിട്ട് ഓഡിറ്റ് പ്രോഗ്രാം ഹെൽപ്ഫുൾ ആകുന്നതാണ്. ഇത്രയാണ് നമുക്ക് ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ അഡ്വാൻറ്റേജുകളായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഓഡിറ്റ് പ്രോഗ്രാം തയ്യാറാക്കുന്നത് ഓരോ ഫേമുകളിലും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വർക്കുകൾക്ക് അനുസരിച്ച് കൊണ്ട് വ്യത്യാസമായിരിക്കും. അപ്പോൾ നെസസറി ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സുകൾ ചെയ്യേണ്ടത് ആര് തന്നെയാണ്, ഓഡിറ്റർ തന്നെയാണ്. ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പായിട്ടാണത് ചെയ്യേണ്ടത്. അപ്പോൾ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് ഒരു പ്ലാൻ ഓഫ് ആക്ഷനോട് കൂടെ ആയതുകൊണ്ട് തന്നെ ഓഡിറ്റിൻ്റെ ഒരു ക്വാളിറ്റിയാണ് ഓഡിറ്റ് പ്രോഗ്രാം കൊണ്ട് എൻഷുർ ചെയ്യുന്നത്. അത്രയാണ് നമ്മളൊരു ചുരുക്കത്തിൽ അതിനെ മനസ്സിലാക്കേണ്ടുന്ന പോയിന്റ്. ഒരു ക്വാളിറ്റേറ്റീവായിട്ടുള്ള ഓഡിറ്റ് പ്രോഗ്രാം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്മൂത്തായിട്ട് ഒരു ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് കഴിയും. പക്ഷെ അതിനെ എങ്ങനെയാണോ വെൽ ഡിസൈൻ ചെയ്യുന്നത്, ഓഡിറ്റ് പ്രോഗ്രാം തയ്യാറാക്കുന്നത്, അതിനനുസരിച്ച് കൊണ്ടായിരിക്കും അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഓഡിറ്റ് പ്രോഗ്രാമിനെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പോൾ ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചു, കൂടാതെ ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ടോപ്പിക് ഇൻ ദ ക്ലാസ്, ഫസ്റ്റ് വൺ, പ്രിപ്പറേഷൻ ഓഫ് ദി ഓഡിറ്റ് പ്രോഗ്രാം. നമുക്ക് ഈ ഒരു ലാസ്റ്റ് ടോപ്പിക്കിൽ കുറച്ച് കണ്ടൻസ് കൂടെ പറയാനുണ്ട്. ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ ഫീച്ചേഴ്സും അഡ്വാൻറ്റേജസുകളാണ് പറഞ്ഞത്. നമുക്കൊരു ഓഡിറ്റ് പ്രോഗ്രാം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓഡിറ്റ് പ്രോഗ്രാം തയ്യാറാക്കുന്നത് കൊണ്ടുണ്ടാകുന്ന അഡ്വാൻറ്റേജസിൽ നിന്നും മനസ്സിലായി ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ ഓഡിറ്റ് പ്രോഗ്രാം തയ്യാറാക്കിയിരിക്കണം എന്നുള്ളത്. ഒരു ഓഡിറ്റ് പ്രോഗ്രാം തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഓഡിറ്റർ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഒരു നോളജ് ഓഡിറ്റിൻ്റെ സ്കോപ്പിനെ കുറിച്ച്, ക്ലയൻറ്റിനെ കുറിച്ച്, ആ ബിസിനസ് ഓർഗനൈസേഷനെ കുറിച്ചെല്ലാം ഒരു സ്പെസിഫിക് ആൻഡ് ജനറൽ നോളജ് ഉണ്ടായിരിക്കണം. കൂടാതെ ഓഡിറ്റർ ഫേമിൻ്റെ ക്ലയൻറ്റുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യണം. എങ്കിൽ മാത്രമേ ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഓഡിറ്റ് വർക്ക് കണ്ടക്ട് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ദെൻ നെക്സ്റ്റ്, ഓഡിറ്റ് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സ്മൂത്ത് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഓഡിറ്റ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഡിറ്റർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മറ്റു കാര്യങ്ങളാണ് പറയുന്നത്. സ്ട്രക്ചർ ഓഫ് ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണുള്ളത്, ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഓഫ് ദ ബിസിനസ് ഓർഗനൈസേഷൻ, അനദർ വൺ ലൈൻ ഓഫ് ബിസിനസ്, വിച്ച് ടൈപ്പ് ഓഫ് ബിസിനസ് ഈസ് carried out by the organization, then impact policy of government in connection with these type of business organization,
and market trends in the prevailing industry in regard to the business organization, and which type of accounting policies and procedures are followed by the business organization, and internal check system and internal control system maintained by the business organization. ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു നോളജ് ഒരു ഓഡിറ്റർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഓഡിറ്റ് പ്രോഗ്രാം ഓഡിറ്റർക്ക് തയ്യാറാക്കാവുന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ്, ഈ ഓഡിറ്റ് പ്രോഗ്രാം തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഓഡിറ്റർക്ക് എന്തെല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഡോക്യുമെന്റ്സുകളാണ് ഫേമിൽ നിന്നും അവൈലബിൾ ആകേണ്ടത്. അതായത് നമുക്ക് ഈ പറഞ്ഞ ഒരു ഓഡിറ്റ് പ്രോഗ്രാം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ടാകുന്ന അഡ്വാൻറ്റേജ് മനസ്സിലായി. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ക്വാളിറ്റി ആയിട്ടുള്ളൊരു ഓഡിറ്റ് വർക്കായിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കുറേ ഘടകങ്ങൾ ബേസിലാണ് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ഓഡിറ്റ് പ്രോഗ്രാം തയ്യാറാക്കാനായിട്ട് കഴിയുള്ളൂ. ഫേമിൻ്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ കുറിച്ചും ബിസിനസ് ലൈൻ എന്താണെന്നുള്ളതും അവിടെയുള്ള ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം, ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം, ദെൻ അക്കൗണ്ടിങ് പോളിസീസുകൾ, ഇമ്പാക്റ്റ് ഓഫ് ഗവൺമെൻറ് പോളിസീസുകൾ, ഇതെല്ലാം ഓഡിറ്റർ കൃത്യമായിട്ട് അറിയണം. അപ്പോൾ ഇതെല്ലാം അറിയാനായിട്ട് ഓഡിറ്റർക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഡോക്യുമെൻറ്റ്സുകളാണ് ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമ്പർ 1 ആനുവൽ റിപ്പോർട്ട്. ഇതുപോലെ എല്ലാ സൊസൈറ്റീസുകളും ആനുവൽ റിപ്പോർട്ടും ചെയ്തിട്ടുണ്ടായിരിക്കും, സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ റിപ്പോർട്ടിനെ ആർക്ക് കിട്ടിയിരിക്കണം, ഓഡിറ്റർക്ക് ആദ്യം അവൈലബിൾ ആകണം. നമ്പർ 2 പ്രീവിയസ് ഇയേഴ്സ് വർക്കിംഗ് നോട്ട്. അപ്പം മുൻപ് തയ്യാറാക്കിയിട്ടുള്ള ഓഡിറ്റ് പ്രോഗ്രാമിനോട് കൂടെ തന്നെ ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് തന്നെ ആര് തയ്യാറാക്കേണ്ടത്, ഓഡിറ്റ് നോട്ട്ബുക്കും ഓഡിറ്റർ തയ്യാറാക്കുന്നതാണ്. അതായത് ഓരോ വർക്കുകളും എങ്ങനെ അസൈൻ ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗൈഡ് ലൈൻസുകളെല്ലാം പറയുന്നതാണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് അല്ലെങ്കിൽ ഓഡിറ്റ് നോട്ട്ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പ്രീവിയസ് ഇയറിൽ തയ്യാറാക്കിയിട്ടുള്ളത് ഓഡിറ്റർക്ക് ഇപ്പോൾ അവൈലബിൾ ആകണം. ദെൻ ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ആനുവൽ റിപ്പോർട്ടല്ല, പ്രീവിയസ് ഇയറിൽ ചെയ്തിട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ട്. അനദർ 1 ബുക്സ് മെയിൻറ്റെയിൻ ബൈ ബിസിനസ് ഓർഗനൈസേഷൻ. ഇതെല്ലാം ബുക്സുകൾ, രജിസ്റ്റേഴ്സുകൾ, ഡോക്യുമെൻറ്റ്സുകൾ, അതായത് ആക്ടും റൂൾസുകൾക്കും അനുസൃതമായി ഓരോ ബിസിനസ് ഓർഗനൈസേഷനും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ബുക്സുകളുണ്ട്, റെക്കോർഡ്സുകളുണ്ട്. അതെല്ലാം ഒബ്റ്റെയിൻ ചെയ്യേണ്ടത് ഓഡിറ്റർ തന്നെയാണ്. അനദർ 1 മിനിറ്റ്സ് ബുക്ക്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ ജനറൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസുകൾ, കണ്ടീഷൻസുകളൊക്കെ പറയുന്നതാണ്, അല്ലെങ്കിൽ ഡിസിഷൻസുകളെല്ലാം മെൻഷൻ ചെയ്യുന്നതാണ് മിനിറ്റ്സ് ബുക്ക്. അപ്പോൾ ആ മിനിറ്റ്സ് ബുക്കിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അവിടെ പറഞ്ഞിരിക്കണം. നെക്സ്റ്റ് ഡിസ്കഷൻ വിത്ത് ദ ക്ലയൻറ്റ്. അപ്പോൾ ഓഡിറ്റ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഓഡിറ്റർ ക്ലയൻറ്റുമായിട്ടൊരു ഡിസ്കഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൽ കിട്ടുന്ന ഇൻഫർമേഷൻ്റെ ബേസിലും ഒരു ഓഡിറ്റ് മെമ്മോറാണ്ടം തയ്യാറാക്കാം. അപ്പോൾ വളരെ ഹെൽപ്ഫുൾ ആകുന്നതാണ് ഇത്തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സുകൾ. അതായത് ഓഡിറ്റ് ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ ആ ഓഡിറ്റേഴ്സിൻ്റെ ജനറൽ ആയിട്ടുള്ളൊരു നോളജും സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയയിലുള്ള ഒബ്സർവേഷൻസുകളും അതുപോലെ തന്നെ ക്ലയൻറ്റുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും ഇതെല്ലാം നോക്കിക്കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ഒരു നല്ലൊരു മെമ്മോറാണ്ടം തയ്യാറാക്കാനായിട്ട് പറ്റുള്ളൂ. ആ ഒരു പ്ലാൻ തന്നെയാണ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ സക്സസ് ഓഫ് ഓഡിറ്റ് എന്തിൻ്റെ ബേസിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ജനറൽ ആയിട്ടുള്ള നോളജ് മാത്രമല്ല, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഓഡിറ്റ് സിസ്റ്റം ഫോളോ ചെയ്യുന്നതും പ്രിപ്പറേഷൻ ചെയ്യുന്നതും ഓഡിറ്റ് മെമ്മോറാണ്ടം പ്രിപ്പറേഷൻ ചെയ്യുന്നതുമാണ്. ഒരു ഗുഡ് പ്ലാൻ ആയതുകൊണ്ട് ആ ഒരു പ്ലാൻ അനുസരിച്ചുകൊണ്ട് ഓഡിറ്റിന് എന്ത് ചെയ്യാനായിട്ട് പറ്റും, കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ദ ഓഡിറ്റ് പ്ലാൻ ഷുഡ് ബി കവേർഡ് ദ ഫോളോയിങ്. നമ്പർ 1 ഏതൊക്കെയാണ് ഒരു ഓഡിറ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ ഓഡിറ്റ് മെമ്മോറാണ്ടത്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് 1 സ്കോപ്പ് ഓഫ് ഓഡിറ്റ് ആണ്. ഓഡിറ്റിന്റെ സ്കോപ്പിനെ കുറിച്ചിട്ട് മനസ്സിലാക്കിയിരിക്കണം. നമ്പർ 2 പറയുന്ന പോയിന്റ് ഇന്റേണൽ ചെക്ക് സിസ്റ്റം ഓഫ് ഇൻ പ്രാക്ടീസ്. ഫേമിൽ ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിലും ഇന്റേണൽ ചെക്ക് സിസ്റ്റം ഇഫക്റ്റീവ് ആണോ എന്നുള്ളത് ചെയ്യണം. കാരണം കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഇവാലുവേഷൻ ചെയ്തു പോകുന്ന ഫേം ആണോ എന്നുള്ളത് മനസ്സിലാക്കണം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലയൻസ് അക്കൗണ്ടിങ് സിസ്റ്റമാണ്. അവിടെ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് പ്രാക്ടീസ് എന്താണ് എന്നുള്ളത് ഓഡിറ്റർ മനസ്സിലാക്കിയിരിക്കണം.
അതും ഓഡിറ്റ് പ്രോഗ്രാം പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ ഡിറ്റർമിൻ ദ പ്രോഗ്രാം ഓഫ് ദി ഓഡിറ്റ്, തീരുമാനിക്കണം, അതായത് ഓഡിറ്റ് എങ്ങനെ കണ്ടക്ട് ചെയ്യണം, എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം, ഏതെല്ലാം സ്റ്റാഫുകൾ ഇൻവോൾവ് ചെയ്യണം, അതിനെക്കുറിച്ചുള്ളൊരു പ്രോഗ്രാം തയ്യാറാക്കിയിരിക്കണം. ദെൻ ടൈം ലിമിറ്റ് ഹാസ് ടു ബി മെൻഷൻഡ്, എത്ര ടൈമിനുള്ളിൽ ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. നേച്ചർ ആൻഡ് എക്സ്റ്റെൻഡ് ഓഫ് ദി ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ടു ബി ക്യാരിഡ് ഔട്ട്, ഏത് ടൈപ്പിലാണ്, അതായത് ഇപ്പോൾ ഒരു ഇന്റേണൽ ചെക്ക് സിസ്റ്റം ഫോളോ ചെയ്യുന്നതായിരിക്കണോ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ ആണോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വൗച്ചേഴ്സ് മാത്രമാണോ ചെക്കിങ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അസറ്റ്സുകളും ലാബിലിറ്റീസുകളും വാലുവേഷൻ ചെയ്യുന്നതാണോ, അതായത് ഏത് ടൈപ്പിലുള്ള നേച്ചർ ഓഫ് ഓഡിറ്റ് ആണ് എന്നുള്ളത് തീരുമാനിക്കണം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മാൻ പവർ അവൈലബിൾ, അതായത് അതിന് റിക്വയർഡ് ആയിട്ടുള്ള സ്റ്റാഫുകളുടെ അവൈലബിലിറ്റി ഉണ്ടോ എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു ഓഡിറ്റ് പ്രോഗ്രാം, വെൽ പ്ലാൻഡ് ആയിട്ടുള്ളൊരു ഓഡിറ്റ് പ്രോഗ്രാം തയ്യാറാക്കാനായിട്ട് ഓഡിറ്റർക്ക് കഴിയും. അപ്പം അങ്ങനെ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരു പ്രോഗ്രാം തന്നെയാണ് ഒരു ഓഡിറ്റിങ്ങിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. ക്വാളിറ്റി ആയിട്ടുള്ളൊരു ഓഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ഓഡിറ്റ് പ്രോഗ്രാം തയ്യാറാക്കേണ്ടതാണ്. ഇത്രയാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്. ഓഡിറ്റ് പ്രോഗ്രാം തയ്യാറാക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ട പോയിന്റുകൾ, ഓഡിറ്റ് പ്രോഗ്രാം തയ്യാറാക്കുന്നതിന് അവൈലബിൾ ആവുന്ന ഡോക്യുമെന്റ്സുകൾ, ഓഡിറ്റ് പ്രോഗ്രാം തയ്യാറാക്കുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുള്ള ചില പോയിന്റ്സുകൾ, ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം ഇന്നത്തെ ഫൈനലായിട്ടുള്ളൊരു സമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്സ് ഓഫ് ഓഡിറ്റിലെ 2 ടൈപ്പ്, ക്വാളിഫൈഡ് റിപ്പോർട്ടും സ്പെഷ്യൽ റിപ്പോർട്ടും പറഞ്ഞു. ദെൻ ഓഡിറ്റ് പ്രോഗ്രാം പറഞ്ഞു. ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ തന്നെ ഫീച്ചേഴ്സും അഡ്വാൻറ്റേജസും നമുക്ക് മനസ്സിലായി. ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ഈ ഓഡിറ്റ് പ്രോഗ്രാം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പ്രിപ്പറേഷൻ ആവശ്യമുള്ളതാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്. ഫേമിൻ്റെ ഓഡിറ്റ് വർക്കിൻ്റെ സ്കോപ്പും ഇന്റേണൽ ചെക്ക് സിസ്റ്റവും അക്കൗണ്ടിങ് പോളിസീസുകളും ദെൻ അതിൻ്റെ ടൈം ലിമിറ്റും ടൈപ്പ് ഓഫ് ഓഡിറ്റും ഇതെല്ലാം ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വെൽ ഡിസൈൻഡ് ആയിട്ടുള്ളൊരു ഓഡിറ്റ് പ്രോഗ്രാം ആയിത്തീരും. ദ സക്സസ് ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം ഫോളോസ് ദി ഇഫക്റ്റീവ് ഓർ ക്വാളിറ്റി ഓഡിറ്റ് വർക്ക്. ഓക്കെ, താങ്ക് യു.